നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുമരക്കാവിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. കടുങ്ങാത്തുകുണ്ട് ജപ്പാൻപടി സ്വദേശി കണ്ടംപറമ്പിൽ ശ്രീനിവാസനാണ് മരണപ്പെട്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ധർണയുടെ ഭാഗമായി തിരൂർ DEO ഓഫീസിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യുവമോർച്ച മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുല്ലൂരിൽ ഓട്ടോ ഡ്രൈവേഴ്സ് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. പുല്ലൂരിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. കുട്ടികൾ അവരുടെ സ്വപ്നത്തിലെ ഡോക്ടറും പൈലറ്റും വക്കീലും പോലീസും എല്ലാമായി. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഡ്രീം ആൻഡ് ഡ്രസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി. വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി STPI നടത്തുന്ന പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. തുമരക്കാവിൽ യുവാവ് ട്രെയിൻ തട്ടി മരണപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. കടുങ്ങാത്തുകുണ്ട് ജപ്പാൻപടി സ്വദേശി കണ്ടംപറമ്പിൽ ശ്രീനിവാസനാണ് മരണപ്പെട്ടത്. TDRF പ്രവർത്തകരാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. കടുങ്ങാത്തുകുണ്ട് ജപ്പാൻപടി സ്വദേശി കണ്ടംപറമ്പിൽ ശ്രീനിവാസനാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത്. ആശാരി ജോലിക്ക് പോകുന്ന ശ്രീനിവാസൻ രാവിലെയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. TDRF പ്രവർത്തകരായ അർഷാദ്, ജാഫർ, സിദ്ദീഖ്, സാദിഖ്, റസാഖ്, ഷെഫീഖ് എന്നിവരാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തിച്ചത്. ഷൈനിയാണ് ഭാര്യ. അശ്വനി മകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിക്കും. ബെട്ടർ ന്യൂസ് തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ധർണയുടെ ഭാഗമായി തിരൂർ DEO ഓഫീസിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K. സരിത ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക, ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് KSTA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ധർണയുടെ ഭാഗമായി തിരൂർ DEO ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി K. സരിത ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ ആകെ സ്വകാര്യവൽക്കരിക്കാൻ തുടങ്ങിവെച്ചിട്ടുള്ള ഈ നയങ്ങൾ അവസാനിപ്പിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട്, അതുപോലെ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും, നിലവിലുള്ള അധ്യാപകർക്കും യാതൊരു സംരക്ഷണവും നൽകാതെ ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ആ വിധിക്കെതിരായി ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശേഷി മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് അധ്യാപകർ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ്. ഉപജില്ലാ സെക്രട്ടറി കാർത്തിയായനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ സെക്രട്ടറി സെൻസി സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദിനേശ് ടി വി അഭിവാദ്യവും ഉപജില്ലാ ട്രഷറർ നിഖിത VS നന്ദിയും പറഞ്ഞു. ബെട്ടർ ന്യൂസ് തിരൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷിന്റെ അധ്യക്ഷതയിൽ BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദിജിയുടെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് രക്തദാന ക്യാമ്പിന് ഇവിടെ രക്തദാനത്തിന് എത്തിയിട്ടുള്ള കുട്ടികൾക്ക് പരിപൂർണ സഹകരണം നൽകിയ
തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന സൂപ്രണ്ടിനെയും എല്ലാവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പ് വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള യുവ നേതൃത്വത്തെയും യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ നമ്മുടെ അഭിലാഷ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. യുവാക്കളുടെ സംഘടനയായിട്ടുള്ള യുവമോർച്ചയിലെ സഹോദരന്മാരും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ ഉണ്ട് രക്തദാനത്തിനായി. അത് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇവിടെ ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങളോടൊപ്പം ഡോക്ടർ നസ്രീൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് അവരുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നൽകിയിട്ടുണ്ട്. അതിന് അവരോട് യുവമോർച്ചയുടെയും BJPയുടെയും ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് യുവാക്കളിൽ സേവന മനോഭാവം വർദ്ധിപ്പിക്കുക, യുവാക്കളെ സേവന മേഖലയിലേക്ക് പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവ ഘടകം യുവമോർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി N. അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി, ജില്ലാ സെക്രട്ടറിമാരായ ശശി കറുകയിൽ, K. സുബിത്, തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി, യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ E. ജിതിൻ, വിനീത് മോഹൻ, അരുൺജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. പുല്ലൂരിൽ ഓട്ടോ ഡ്രൈവേഴ്സ് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. പുല്ലൂരിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. ഘോഷയാത്ര കുറ്റിയാൽ, പുല്ലൂരാൽ, കിഴക്കൻ പുല്ലൂരാൽ, വടക്കൻ പുല്ലൂരാൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പുല്ലൂരിൽ സമാപിച്ചു. ഉസ്താദ് ആബിദ് മൗലീദ് പാരായണം നടത്തി. അബ്ദുറഹിമാൻ കുറ്റിയാൽ, AK റസാഖ്, വിശ്വൻ, താഹിർ, സെയ്ഫു കുറ്റിയാൽ, ബാവനു എന്നിവർ സംസാരിച്ചു. നാസർ വല്ലൂർ, നാരായണൻ, മുകുന്ദൻ, സക്കീർ വല്ലൂർ, M. മുസ്തഫ, KP അബു, മുസ്തഫ കൂത്തുപറമ്പ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തലക്കാട്. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന ടീച്ചറുടെ ഒറ്റ ചോദ്യത്തിന് കിട്ടിയത് 100ഓളം ഉത്തരങ്ങൾ. പിന്നെ ടീച്ചറും കുട്ടികളും പൊരിഞ്ഞ ചർച്ചയിലായി. ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പിള്ളേരുടെ ആഗ്രഹങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി ടീച്ചർമാർ മുന്നിൽ നിന്നു. അങ്ങനെ അവർ സ്വപ്നത്തിലെ ഡോക്ടറും വക്കീലും പൈലറ്റും പോലീസുമെല്ലാമായി. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഡ്രീം ആൻഡ് ഡ്രസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ ഭാവിയിൽ ആകുവാൻ ആഗ്രഹിക്കുന്നവരുടെ വേഷമണിഞ്ഞ് വിദ്യാലയത്തിൽ എത്തുകയും ആഗ്രഹത്തിലെ തൊഴിലിന്റെ സവിശേഷതയും പ്രാധാന്യവും കുട്ടികളുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു. പോലീസും പട്ടാളക്കാരനും ആവാൻ ആഗ്രഹിക്കുന്നവരോട് കോസ്റ്റൽ പോലീസ് കാഡറ്റുകളായ സതീഷ്, രാഖിൽ എന്നിവർ വിശദീകരണം നടത്തിയതും ഡ്രീം ആൻഡ് ഡ്രസ് പരിപാടിയെ ഏറെ കൗതുകമുള്ളതാക്കി. അധ്യാപകർ, എയർ ഹോസ്റ്റസ്, എഞ്ചിനീയർ, നഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങിയ വേഷത്തിലെല്ലാം സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹായത്തോടെ വിവിധ തൊഴിലിനെപ്പറ്റിയും തൊഴിൽ ഇടങ്ങളെപ്പറ്റിയും അറിവുകൾ പങ്കുവച്ചു. പ്രഥമ അധ്യാപകൻ മുനീർ, റസാഖ് പാലോളി, അധ്യാപകരായ A. പ്രേമ, P. ദീപ, CMA സനൂഫിയ, P. ഷൈബ, ലിജിന, രോഹിണി എന്നിവർ ഡ്രീം ആൻഡ് ഡ്രസ് പരിപാടിക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് പറവണ്ണ. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിധി അട്ടിമറിച്ച് സാങ്കേതിക വിജയം നേടിയ BJPക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. വോട്ടുകൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി 2025 ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ സംസ്ഥാന വ്യാപകമായി SDPI നടത്തുന്ന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി. ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഓണക്കാട് നിന്നും ആരംഭിച്ച് ഒഴൂരിൽ സമാപിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിധി അട്ടിമറിച്ച് സാങ്കേതിക വിജയം നേടിയ BJPക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. വോട്ടുകൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി 2025 ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ സംസ്ഥാന വ്യാപകമായി SDPI നടത്തുന്ന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി. ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഓണക്കാട് നിന്നും ആരംഭിച്ച് ഒഴൂരിൽ സമാപിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPI
താനൂർ മണ്ഡലം സെക്രട്ടറി സാജു വിശാരത്ത് ജാഥ ക്യാപ്റ്റൻ MT സുഹൈലിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഒഴൂരിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ സാജു വിശാരത്ത്, മണ്ഡലം കമ്മിറ്റി അംഗം MT അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് E ഷാനവാസ്, സിദ്ദീഖ് നാലകത്ത്, MT സുഹൈബ്, T സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. ഖാലിദ് പനയത്തിൽ, ഷംസു വെള്ളാളി, ജാഫർ വെള്ളച്ചാൽ, സാദിഖ് പനയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. താനൂർ മുനിസിപ്പൽ, താനാളൂർ, പൊന്മുണ്ടം, ചെറിയമുണ്ടം, നർമരുതൂർ പഞ്ചായത്തുകളിലെ പദയാത്രയ്ക്ക് ശേഷം 28-ന് നൂർ മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തോടെ താനൂർ മണ്ഡലത്തിൽ പ്രചാരണ ക്യാമ്പയിൻ സമാപിക്കും. വെട്ടം ന്യൂസ്, താനൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.